ബിന്ദു പത്മനാഭന് എന്ത് സംഭവിച്ചു? അത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറിയ കടക്കരപ്പള്ളിയിലെ ഒരു വീട്ടമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. എനിക്ക് ഒരു വോയിസ് ക്ലിപ്പ് കിട്ടുകയും അത് എങ്ങനെയെങ്കിലും ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ എത്തിക്കണമെന്നുള്ള ഒരു ഇത് വന്ന ബിന്ദു പത്മനാഭൻ്റെ കേസ് കെട്ടിൽ അത് ഈ പേപ്പറിലൂടെയാണ് ഞാൻ അറിയണത് തന്നെ. പേപ്പറിൽ ഇങ്ങനെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് എൻ്റെ അയൽവാസിയായ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഈ പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. പെണ്ണിനെ അറിയുക നിങ്ങൾക്കറിയാൻ സാധ്യത ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഏത് പെണ്ണാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബിന്ദു പത്മനാഭനാണ്. അപ്പോൾ പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെ അറിയുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ അവളുടെ വീട്ടിൽ ഒത്തിരി നാൾ പോയി സഹവസിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മദ്യപിച്ചിട്ടുള്ളതാണ്. അവൾ നല്ലോണം മദ്യപിക്കണതാണ്, കൊള്ളിയല്ലാത്ത സ്ത്രീയായിരുന്നു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ അതിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളൊക്കെ ചത്തുപോയെന്ന് പറഞ്ഞു. വെറുതെ കൂളായിട്ട് തന്നെ പറഞ്ഞു അവൾ ചത്തുപോയി. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ചത്തുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അവളെ കൊന്നതാണ്. ഫ്രാങ്ക്ലിൻ പറഞ്ഞു കൊന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ആര് കൊന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അത് നല്ല കരുത്തുള്ള ആമ്പിള്ളേർ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കറിയില്ല ഇത് ആരാണെന്ന് എനിക്കറിയത്തില്ല. അതും കേട്ടിട്ട് ഞാൻ പോരുകയും ചെയ്തു. പിന്നെ ഉള്ള പത്രത്തിലെ ന്യൂസും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ ഇയാളുടെ സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇയാളെ സംശയിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ് അറിവ് വെച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അല്ലേ ബിന്ദുവിനെ പറഞ്ഞിട്ടുണ്ട്. വാമൊഴിയാണ്. വാമൊഴി നമ്മൾ മറ്റുള്ളവരോട് ചെന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ വിശ്വസിക്കുന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഭയമായിരുന്നു. ആ ഭയം കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്തെങ്കിലും ഒരു തെളിവില്ലാതെ എനിക്ക് പുറം ലോകത്തെ അറിയിക്കാൻ പറ്റിയില്ലായിരുന്നു. എന്താണ് പറഞ്ഞത്? ആ ഓഡിയോ ആണല്ലേ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത്? ആ ഓഡിയോ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ കൊലയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കൊന്നതിനെ കുറിച്ചാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണോ? ഫ്രാങ്ക്ലിനും സെബാസ്റ്റ്യനും ചേർന്ന് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിലെ ബാത്റൂമിലിട്ട് കൊന്നെന്നാണ് ആ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടില് കൊന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സോഡാപ്പൊന്നപ്പിനെ എങ്ങനെയാണ് സെബാസ്റ്റ്യനും ഇയാളുമായിട്ടുള്ള ബന്ധം? ഒരു വർഷങ്ങൾക്ക് മുമ്പേ ഇവരെല്ലാം റിയൽ എസ്റ്റേറ്റുകാരാണ്. ഞാൻ ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് സോഡാപ്പൊന്നപ്പം പറയുന്നുണ്ട് ബിന്ദു പത്മനാഭനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ സെബാസ്റ്റ്യനെയും ഫ്രാങ്ക്ലിനെയും പരിചയപ്പെടുത്തി കൊടുത്തത് താനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. അയാൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഇവരെ രണ്ടുപേരെയും വിളിച്ച് നല്ലതുപോലെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കാര്യങ്ങൾ പറയും. ഇവർക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ഇവർ വട്ടായിട്ട് അഭിനയിക്കുന്നുണ്ട്, അറിയാമേലെന്ന് പറയുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് പല ആവർത്തി അവരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ബിന്ദു പത്മനാഭൻ അവരുടെ പേര് പോലും കേട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ കള്ളത്തരാണ്. എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്ത് പല ആവർത്തി കൊണ്ടുപോയി ചോദ്യം ചെയ്യും. അതറിയില്ല. അതിന് ചോദ്യം ചെയ്തതിന്റെ ഇതൊന്നും നമ്മളോട് പറയത്തില്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവരിപ്പോഴും സമൂഹത്തിൽ വെലസ് നടക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? ഈ ഫ്രാങ്ക്ലിന്റെ വീട്ടിൽ വെച്ച് സെബാസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഫ്രാങ്ക്ലിൻ എന്നോട് പറഞ്ഞത് സെബാസ്റ്റ്യൻ പല ആവർത്തി അവിടെ വരാറുണ്ടായിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിലും ഇയാൾ പോകാറുണ്ടായിരുന്നു. പള്ളിപ്പുറത്താണ് വീട്. പോകാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരൊറ്റ പ്രാവശ്യം ഞാൻ സെബാസ്റ്റ്യനെ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ. എപ്പോഴായിരുന്നു അത്? എനിക്ക് വർഷം ഓർമ്മയില്ല. അയാൾ അവിടെ താമസം ആയതിനു ശേഷമാണ്, ഈ ബിന്ദുവിന്റെ മിസ്സിങ്ങിന് ശേഷമാണ് സെബാസ്റ്റ്യൻ അവിടെ നിന്നത്. പക്ഷെ അന്നേരം എനിക്ക് അറിയത്തില്ല സെബാസ്റ്റ്യനാണ് നിൽക്കണമെന്ന് എനിക്കറിയത്തില്ല. അയാൾ പോയതിനു ശേഷം ഞാൻ ചോദിച്ചാൽ അത് ആരാ വന്നത്? അയാൾ വന്നിട്ട് പുറത്ത് തന്നെ നിൽക്കണല്ല, എന്തേ അകത്ത് കയറ്റാഞ്ഞെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു അത് മട്ടാഞ്ചേരിയിലുള്ള സ്ഥലത്തിന്റെ ബ്രോക്കറാണെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് വിടുകയും ചെയ്തു. ഇയാൾക്ക് മട്ടാഞ്ചേരിയിലൊക്കെ കുറെ ബന്ധങ്ങളുണ്ടെന്ന് എപ്പോഴും ഇരുന്ന് പറയും. പിന്നെ പോലീസുകാരൊക്കെ ആയിട്ട് ഇയാൾക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ടെന്ന് പറയും. അപ്പം അത് കാരണം നമ്മളത് വിട്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇയാള് ഭയങ്കര ഒരു ക്രൂരനാണ് എന്ന് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയും ചെയ്ത് അയാളുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട കേട്ടോ, അയാൾ കൊല്ലാൻ വരെ മടിക്കില്ലാത്ത ആളാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണല്ലേ ആ പൂച്ചയെ, അയാൾ വളർത്തുന്ന പൂച്ചയെ കൊന്ന് നിങ്ങളെ മുന്നിൽ കാണിച്ചത്? പൂച്ചയെ കൊന്നു. പൂച്ചേനെ ഇരുമ്പ് വടി കൊണ്ട് തലക്കിട്ടടിച്ചിട്ട് പൂച്ച എന്ന് വെച്ചാൽ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കണം. അത് കറങ്ങുന്നത് കണ്ട് ഇയാള് അതൊരു ആസ്വദിച്ചോണ്ടിരിക്കുന്നു. നിങ്ങളെ വിളിച്ചത് എന്തിനായാലും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പിറ്റേ ദിവസം ഈ സംഭവം നടന്നതിന് ശേഷം അല്ലെ ഈ മറ്റ് ബിന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് ആ പൂച്ചനെ കൂടി കൊന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവന് ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്,
ഇനി ആ വീടുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് വേണ്ട. കുഴിച്ചിടാൻ നിങ്ങളെ വിളിച്ചോ? കുഴിച്ചിടാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് രാവിലെ ഫോൺ വന്ന് ആ പൂച്ച ചത്തുപോയി കുഴിച്ചിടെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് ചേട്ടനടി ചെന്ന് കുഴി വെട്ടി കുഴിയിലിട്ട് മൂടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് നായയുടെ വീടുമായിട്ട് യാതൊരു സഹകരണവും വേണ്ട. എന്താണെന്ന് വെച്ചെന്നാൽ അത് വലിയ കുഴപ്പത്തിലേ കലാശിക്കുകയുള്ളൂ. നമുക്കറിയില്ലായിരുന്നല്ലോ ഇയാൾ ഇങ്ങനത്തെ ആളാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം വേണ്ട ചേട്ടാ അത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആണ് ഞങ്ങൾ ഉടക്കി പിരിയണത് തന്നെ. പിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിനും പോയിട്ടില്ല. പിന്നെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സെബാസ്റ്റ്യൻ അന്ന് വന്ന് എത്ര നേരം ഉണ്ടായിരുന്നു? ഏത് വർഷമായിരിക്കും ഇത്? വർഷം കൃത്യമായിട്ട് ഓർക്കണില്ല. അയാൾ അവിടെ താമസമായതിന് ശേഷമാണ് എനിക്ക് തോന്നണത്. താമസമായത് ഒരു 2012 താമസമായത്. ഒരു എൻ്റെ മോളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ 2021. അപ്പോൾ ആ ഒരു 20നും 21നും ഉള്ളിലാണ് സെബാസ്റ്റ്യൻ അവിടെ വന്നിരിക്കുന്നത്. അയാൾ വന്നിട്ട് പെരേടകത്തൊന്നും കയറ്റിയില്ല. ഒരു മുഷിഞ്ഞ അയാളെന്തോ എവിടെയോ യാത്ര പോയിച്ച് വന്നതുപോലെ എനിക്ക് തോന്നിയത്. മുഷിഞ്ഞ ഫ്രഷായിട്ട് കേസ് രണ്ടാമത് കേസ് കൊടുത്ത് സഹോദരൻ കേസ് കൊടുത്ത സംഭവങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷമാണ് അയാളെ കാണുന്നത് അവിടെ. അതെ, അതിനുശേഷമാണ് കാണുന്നത്. പിന്നെ ഈ സെബാസ്റ്റ്യനും ഒരുപക്ഷെ ഫ്രാങ്ക്ലിൻ തമ്മിൽ പണമിടപാട് ഉണ്ടാവും അല്ലേ? ഉണ്ട്. അവരുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഫ്രാങ്ക്ലിൻ പോകാറുണ്ടായിരുന്നെന്നും ഇവിടെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. ഇവിടെ വരാറുണ്ട്, ഇടക്കിടക്കൊക്കെ ഇവിടെ വരാറുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. സംസാരത്തിൻ്റെ ഇടക്ക് പറഞ്ഞതാണ്. ഈ പൊന്നപ്പൻ പറഞ്ഞ സോഡാപ്പൊന്നപ്പൻ പറഞ്ഞൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. അതായത് ഈ പ്രോപ്പർട്ടി അവർ ബിന്ദുവിനെ ചതിച്ച് വിറ്റു, മയക്കുമരുന്ന് കൊടുത്ത് കൊലപ്പെടുത്തിയതല്ലേ പറഞ്ഞു? മയക്കുമരുന്ന് കൊടുത്ത് കൊന്നെന്നാണ് ഇപ്പൊ സോഡാപ്പൊന്നപ്പൻ പറഞ്ഞിരിക്കുന്നത്. ആ വോയിസിൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. സോഡാപ്പൊന്നപ്പൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് ആ വോയിസിലൂടെ കേട്ടത് മാത്രമേ അയാളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് മറ്റുള്ള വിവരമൊന്നും അയാളിൽ നിന്ന് ഇന്നുവരെ കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിപ്പോ അന്വേഷണ സംഘത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? അത് അന്നേരം മുതൽ എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ പെണ്ണിൻ്റെ ഒരു ആത്മാവ് നിന്ന് പറയണതാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് പിന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ടൊന്നും എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഞാനിത് ആരെടുത്ത് എത്തിക്കും, എങ്ങനെ എത്തിക്കും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് വന്നപ്പോഴാണ് എൻ്റെ ബ്രദർ വഴി ഞാനിത് കൊടുക്കുന്നത് തന്നെ. ബ്രദർ പോലീസിലാണല്ലേ? പോലീസിലായിരുന്നു അന്നേരം വർക്ക് ചെയ്തത്. പുള്ളിക്കാരനാണ് ക്രൈംബ്രാഞ്ചിന് കൊടുത്തത്. അവിടുന്ന് ഇതിൻ്റെ മൊഴിയും കാര്യങ്ങളും എടുക്കാൻ അന്വേഷണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവർ പല ആവർത്തി കൊണ്ടുപോയി അന്വേഷിച്ചെന്നൊക്കെ പറയുന്നു. അന്വേഷിച്ചിട്ടുണ്ടാകും. പക്ഷേ എങ്ങും എത്താതെ നിന്നുകൊണ്ട് ഇത് പുറം ലോകം അറിയണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. അതാണ് അവർ പറയുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനൊരു വിവരം അറിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സഹോദരനായ പോലീസിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ഈ വോയിസ് ക്ലിപ്പ്, ഈ സോഡാപ്പൊന്നപ്പനുമായി സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിനും ഇത് കൈമാറിയിട്ടുണ്ട്. അന്വേഷണ സംഘവും വിശദാംശങ്ങൾ തേടുകയാണ്. വളരെ നിർണായകമായ, അതായത് ബിന്ദു പത്മനാഭൻ എന്ന തിരോധാന കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ എന്നൊരു വ്യക്തി മാത്രമല്ല, ഒന്നിലധികം ആളുകൾ ഉണ്ട് എന്നുള്ള നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ കടക്കരപ്പള്ളി സ്വദേശിനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.